എല്ലാവർക്കും enrouteന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മാറിയുള്ള ഒരു അവർത്തോട്ടത്തിലാണ്. ഇന്ന് വൈകുന്നേരം ഇവിടെ ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്തേക്കാൻ വിചാരിച്ചു. കുട്ടികളെല്ലാം ബോറായിട്ടിരിക്കുമല്ലോ ലോക്ക്ഡൗണൊക്കെ ആയിട്ട്. സോ ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വലിയ പാടശേഖരത്തോട് ചേർന്ന് എടുക്കുന്ന ഒരു റബ്ബർത്തോട്ടമാണ്. ആക്ച്വലി ഇവിടെ നല്ല കാറ്റൊക്കെയാണ് വൈകുന്നേരം ഈവനിങ് സമയത്തുള്ളത്. അതുപോലെ സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ്. കൂടാതെ ഞങ്ങളിപ്പോൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന ടെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഇത് പടുതയാണ്. ഇത് ആക്ച്വലി വാട്ടറൊന്നും നിൽക്കാത്ത ടൈപ്പ് ഒരു പടുതയാണ്. അതേപോലെ ഫോൾഡിങ് ടൈപ്പ് ചെയറും, അതുപോലെ ഈ പടുതയൊക്കെ ഉയർത്തി വയ്ക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫോൾഡിങ് ടൈപ്പ് കാലുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഫോൾഡിങ് ടൈപ്പാണ് ടേബിൾ. ഇതെല്ലാമേ വളരെ വെയ്റ്റ്ലെസ്സും നമുക്ക് വളരെ കുറച്ച് സ്പേസ് മാത്രം മതി ഇതൊക്കെ കൊണ്ടു നടക്കാനും ഉള്ള സാധനങ്ങളാണ്. അതുപോലെ ഞങ്ങളുടെ കുക്കിംഗ് സെറ്റ്, വാട്ടർ എടുക്കുന്ന മോട്ടർ, ഇതെല്ലാം ഞങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. വളരെ കുറച്ച് സ്പേസിൽ വളരെ കംഫോർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴംപൊഴിയൊക്കെ റെഡിയാക്കാനുള്ള പഴമൊക്കെ പൊളിക്കുന്നുണ്ട്. പഴമൊക്കെ പൊളിച്ച് നമുക്ക് പഴംപൊഴിയൊക്കെ റെഡിയാക്കി എടുക്കണം. മൈദ കൂട്ടിയുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പഴം പൊളിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതേണ്ട അപ്പോൾ നമ്മുടെ പഴംപൊളി ചൂടാനുള്ള എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചുട്ടു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചായയും കടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം പക്കായായിട്ടുണ്ട്. ചായ റെഡിയായി. അതുപോലെ ഏത്തയ്ക്കാബോളി, പഴംബോളി റെഡി ആയിട്ടുണ്ട്. ചായ കുടിക്കാം. കുഞ്ഞൂസൊക്കെ ഇന്ന് ചായ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട കുഞ്ഞൂസ് ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അക്കൂസ് കാണിച്ചിരാം. അതേണ്ട നമ്മുടെ നല്ല പഴംബോളി, അതുപോലെ ചായ എല്ലാം സെറ്റായിട്ടുണ്ട്. സോ വൈകുന്നേരം ഫാമിലിയായിട്ട് ഇതുപോലെയൊക്കെ പുറത്ത് പോകുന്നത് പിള്ളേർക്കൊക്കെ ഒരു നല്ല എനർജറ്റിക് ആയിരിക്കും. പിള്ളേർക്കൊക്കെ ഉന്മേഷമായിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല പുറത്തോട്ട് ട്രാവൽ ചെയ്യാനൊന്നും. നമുക്കിവിടെ വീടിൻ്റെ അടുത്തുള്ളയിടത്ത് മാത്രം, അതിൽ കൂടുതൽ ദൂരത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. സോ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇതിപ്പോൾ ഇതല്ല, ഫാസ്റ്റല്ലായിട്ട് കാണാം. കുഞ്ഞു ദിവസം ഇഷ്ടമായാ? ഇഷ്ടമായാ? പഴംപൊളി ഇഷ്ടമായാ? അക്കൂസും ഇഷ്ടമാണോ?
ഹാ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വന്നിട്ടിപ്പോൾ 2 മണിക്കൂറോളമായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് തന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള വേറെ ഓപ്ഷൻ ഇല്ല. സോ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി പിള്ളേരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യുക. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, താങ്ക്സ്.